നമ്മുടെ പ്രിയപ്പെട്ട മമതാ ദീദിയുടെ പാർട്ടിയുടെ കൺവീനർ. എന്താ കാരണം ഞാൻ ഇത് പറയാൻ കാരണം നിങ്ങളല്ല, ഞാൻ TMC-യിൽ 10-14 വർഷമായി നടക്കുന്ന ആളാണ്. അതുകൊണ്ട് എനിക്ക് TMC കേൾക്കുമ്പോൾ രോമാഞ്ചമാണ്. അൻവർജി അതിന്റെ സംസ്ഥാന കൺവീനറായി എന്ന് പറഞ്ഞ് അന്ന് ഉറങ്ങിയിട്ടില്ല, ഭക്ഷണം പോലും ഇറങ്ങില്ലായിരുന്നു. ഞാൻ അന്ന് എന്നെ അൻവർജിക്ക് അറിയില്ല, എന്നെ അൻവർജി കണ്ടിട്ടില്ല. ഇന്നാണ് കാണുന്നത്, ഇന്നാണ് ആദ്യമായിട്ട് കാണുന്നത്. പക്ഷെ എനിക്ക് ഇവിടെ മറ്റൊന്നും പറയാനില്ല. ഈ സംഘടനയെ കേരളത്തിൽ പാലൂട്ടി വളർത്തി നമുക്ക് അൻവർജിയെ മുഖ്യമന്ത്രിയാക്കിയ എന്താ കുഴപ്പം? ഇന്ന് നിങ്ങൾ വിചാരിക്കുന്നതിന്റെ അപ്പുറമാണ് നമ്മുടെ പൊളിറ്റിക്കൽ പോസിബിലിറ്റി എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കും. അതിലേക്ക് നമ്മൾ എത്തിക്കണം. നമുക്ക് സാധാരണ ഭക്ഷണം കുക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സഹോദരിമാരോട് ഉണ്ടല്ലോ, നമുക്കറിയാം ഭക്ഷണങ്ങൾ വെന്ത് വരുമ്പോൾ അതിന്റെ ഒരു സ്മെല്ല് വരും. നല്ല എന്താ പറയാ, ചിക്കൻ കറിയോ മീൻ കറിയോ ഒക്കെ ഉണ്ടാക്കും. ആ സ്മെല്ല് വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. നോക്കിയാലൊന്നും കാണാനില്ല, സ്മെല്ല് വരുന്നുണ്ട്. എവിടേക്കോ കുക്കിംഗ് നടക്കുന്നുണ്ട്. അവിടെയാണ് ഇന്നിപ്പോ നമ്മുടെ മീറ്റിംഗ് നടക്കുമ്പോൾ നമ്മുടെ പൊസിഷൻ. പക്ഷേ സുന്ദരമായ ഭക്ഷണം അതിന്റെ പിന്നാലെ വരുന്നുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിക്കാൻ പറ്റുന്നത്. അതിന് നമ്മൾ അധ്വാനിക്കണം. ആ അധ്വാനിക്കാൻ തയ്യാറായി നമ്മൾ എന്താ പറയാ, ഒരു കമ്മിറ്റഡ് സോഷ്യൽ മാനായി നമുക്ക് മാറാൻ കഴിയുക. അങ്ങനെയുള്ള ഒരു ജനതയെ വാർത്തെടുക്കാന് നമുക്ക് സാധിക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ റിക്വസ്റ്റ്, ഉത്തരവാദിത്തം നമ്മൾ ഏൽപ്പിക്കുന്ന ആളുകൾ ഏൽപ്പിക്കപ്പെടുന്ന ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കഴിയും എന്നുള്ള ഉത്തമ ബോധ്യം സ്വയം നമുക്ക് ഉണ്ടാവുമല്ലോ. അപ്പം അത്തരം ബോധ്യത്തിൽ സ്വയം നമ്മുടെ മനസാക്ഷിയോടൊന്ന് ചോദിച്ചിട്ട് ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. ഒരുപാട് ആളുകൾ ഉത്തരവാദിത്തപ്പെട്ടവർ ആളുകളുമായിട്ട് വരാൻ തന്നെ നമ്മുടെ പല ഭാഗത്തും നിൽക്കുന്നുണ്ട്. അപ്പൊ നമ്മളൊരു പെർമനന്റ് കമ്മിറ്റി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരാളെ നമ്മളൊരു കസാലയിൽ ഇരുത്തിയാൽ സ്വാഭാവികമായിട്ടും പിന്നെ നിങ്ങളൊന്ന് മാറിക്കൊടുക്കണം എന്ന് പറയുമ്പോൾ അതൊരു ആവശ്യമില്ലാത്തൊരു മാനസിക പ്രയാസം ആ വ്യക്തിയിൽ സൃഷ്ടിക്കപ്പെടും. എന്നാൽ ചില ആളുകളൊക്കെ അങ്ങനെ അല്ലാതെ തന്നെ വരുന്നുണ്ട്. ആള് വരുമ്പോൾ നമുക്ക് മാറാം, നിങ്ങളത് ഏൽപ്പിച്ചോ, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് മുന്നോട്ട് വരുന്നവരുണ്ട്. അങ്ങനെ വരുമ്പോൾ കുഴപ്പമില്ല, സ്വയം മനസ്സിലാക്കി വരുമ്പോൾ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അഡ്ഹോക് കമ്മിറ്റികളാണ് എല്ലാത്തിനും പ്ലാൻ ചെയ്യുന്നത് എന്ന് നമ്മൾ കണക്കാക്കിയിട്ടുള്ളത്. അപ്പൊ ഇനി നമുക്ക് വേണ്ടത് നിയോജക മണ്ഡലത്തിലെ കമ്മിറ്റികളും പഞ്ചായത്ത് തല കമ്മിറ്റികളുമാണ്. 8-9 നിയോജക മണ്ഡലം. ഇവിടെ ഇപ്പൊ ഏകദേശം ഒരു ചിത്രം ഇവിടുത്തെ ജില്ലാ കോർഡിനേഷൻ കമ്മിറ്റിയുടെ കീഴിൽ അവരാക്കി വെച്ചിട്ടുണ്ട്. ഇനി ആ കമ്മിറ്റികൾ അടുത്തൊരു സ്റ്റെപ്പിൽ എന്താ പറയാ, പഞ്ചായത്ത് തല കമ്മിറ്റികൾ ഉണ്ടാകണം. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയോ, പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ്. നമുക്ക് നമ്മളുടെ കൂടെയുള്ള ഒരുപാട് ആളുകൾക്ക് അതൊരു ജനകീയ തെരഞ്ഞെടുപ്പാണ്. 10 ആളെ ഒരു വാർഡിൽ ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് നാളെ അവിടെ ഫൈറ്റ് ചെയ്യാനുള്ള സാഹചര്യം ഉയർന്നു വരും. 10 ആളെ ഒരു വാർഡിൽ. കാരണം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 10, 15, 20, 25 വോട്ടിനാണ് കയറി ഇറങ്ങി ഈ സ്ഥാനാർത്ഥികൾ ജയിക്കുകയും തോൽക്കുകയൊക്കെ ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾ മെനക്കെട്ട് ഒരു മാസം മെനക്കെട്ട് 10 ആളുണ്ടാക്കിയാൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്ക് സ്വാഭാവികമായും അത് 25, 30, 50 ആളുകളാകും. ആ 50 ആളുണ്ടാക്കാൻ നിങ്ങൾക്ക് പണി ഉണ്ടാവില്ല. ആദ്യത്തെ 10 ആളുകളെ കണ്ടെത്തി കാര്യങ്ങൾ നീക്കാൻ മാത്രമേ നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാവുള്ളൂ. മറ്റത് പിന്നെ ഓട്ടോമാറ്റിക് നടക്കുന്ന പ്രോസസ്സാണ്. എപ്പോഴെങ്കിലും നമ്മൾ ഇടപെട്ട് കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് ഒരുപാട് ജനപ്രതിനിധികളെ ഇപ്പൊ ഈ ഇരിക്കുന്ന ഈ കൂട്ടത്തിൽ തന്നെ എല്ലാ അർഹതയും ഉണ്ടായിട്ട് പരിഗണിക്കപ്പെടാതെ പോയിട്ടുള്ള നിരവധി ആളുകളുണ്ടാവും. ഇന്നത്തെ ഒരു രാഷ്ട്രീയത്തിന്റെ സ്ഥിതി തന്നെ അങ്ങനെയാണ്. കഴിവും പ്രാപ്തിയും ശേഷിയും ഉള്ളവർ പൂർണ്ണമായും സൈഡ് ലൈൻ ചെയ്യുന്ന രാഷ്ട്രീയം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഒരു ശേഷിയും പ്രാപ്തിയും ഇല്ലാതെ ഏറാൻമൂളികളെ മാത്രം നേതൃത്വ നിരയിലേക്ക് കൊണ്ടുവരുന്ന രാഷ്ട്രീയം എല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണുള്ളത്. അതുകൊണ്ടാണ് നമുക്ക് സ്കോപ്പ്
കേരള രാഷ്ട്രീയത്തിൽ കൂടുന്നത്. നമ്മൾ ഈ വൃത്തി വെടിപ്പുള്ള മനുഷ്യരെ തിരഞ്ഞാൽ നടക്കില്ല. അത്തരത്തിലുള്ള ആളുകൾ ഇഷ്ടം പോലെ നമ്മുടെ നാട്ടിലുണ്ട്. മനസ്സ് മടുത്തവര്, ജീവിതം തന്നെ രാഷ്ട്രീയത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ച് എന്താ പറയാ, ജീവിതവും കുടുംബവും എല്ലാം നഷ്ടപ്പെട്ടവര്, സ്വത്ത് നഷ്ടപ്പെട്ടവര്, സമ്പത്ത് നഷ്ടപ്പെട്ടവര്, ആരോഗ്യം നഷ്ടപ്പെട്ടവര്. എന്തിനാണ് പറയുന്നു, സന്തുഷ്ടമായ കുടുംബജീവിതം പോലും ഈ രാഷ്ട്രീയത്തിന് വേണ്ടി നഷ്ടപ്പെട്ടവരുടെ നീണ്ട നിരയാണ് നമ്മുടെ ഗ്രാമങ്ങളും ബംഗാളികളും ഒക്കെ. അവരെ കണ്ടെത്തുകയും അവിടെ സംസാരിക്കണം. നമുക്ക് വീട്ടിൽ പോയിക്കൂടി എന്ന് ചോദിക്കണം. നമ്മൾ അങ്ങോട്ട് ചോദിച്ചെങ്കിൽ ആൾ ഇങ്ങോട്ട് വരും. അപൂർവമായിട്ടാണ് ആളുകൾ വരാതിരിക്കുക. അപ്പൊ ഈ ഒരു സ്ട്രാറ്റജിയുടെ കാര്യങ്ങൾ നമുക്ക് കൊണ്ടുപോകാൻ സാധിച്ചാൽ ഈ പറയുന്നത് പോലെ എറണാകുളത്തൊക്കെ അതിന് വലിയ സ്കോപ്പ് ഉണ്ട് എന്നതൊരു വസ്തുതയാണ്. ഞാൻ ഈ പറയുന്ന സാഹചര്യങ്ങൾ സമ്മർദ്ദത്തിലാക്കി സൈഡ്ലൈൻ ചെയ്യപ്പെട്ട പൊതുപ്രവർത്തകരെ അങ്ങാടികളിൽ നിന്ന് പുറക്കിയെടുക്കാൻ നമ്മൾ മെനക്കെടാൻ സാധിക്കും. അവരുമായി സംവദിച്ച് അവരെ ഇതിലേക്ക് എത്തിക്കാനുള്ള ഒരു പ്രവർത്തനം നിങ്ങൾ സജീവമാക്കണം. എന്തായിരുന്നാലും ഈ 1-2 മാസം കൊണ്ട് നമുക്ക് ഏപ്രിലോട് കൂടിയിട്ട് സ്റ്റേബിൾ ആയിട്ടുള്ള കമ്മിറ്റികൾ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഈ 2-3 ആഴ്ചത്തെ പ്രവർത്തനം കഴിഞ്ഞാൽ നമ്മൾ 1-2-3 കൺവെൻഷനുകൾ നമ്മുടെ ദേശീയ നേതാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ലീഡർഷിപ്പ് ക്യാമ്പയിനും അതുപോലെ തന്നെ വർക്ക്ഷോപ്പുമായി നടത്താൻ വേണ്ടി നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. ഇനിയിപ്പോ മാർച്ച് മാസം എന്ന് പറയുന്നത് റമദാനാണ്. ഏപ്രിൽ പകുതിയിലോ ഏപ്രിൽ അവസാനത്തോ പാർട്ടി ചെയർമാൻ ജിയെ കേരളത്തിൽ എത്തിച്ച് ചുരുങ്ങിയ 1,00,000 ആളുകളെങ്കിലും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വലിയൊരു മഹാസമ്മേളനം നമുക്ക് നടത്തേണ്ടതുണ്ട്. ഇങ്ങനെ 3-4 സ്ട്രാറ്റജിയായി നമ്മൾ പോയി ഒരു ജൂണോട് കൂടിയിട്ട് കൃത്യമായ 14 ജില്ലയിലെ 140 മണ്ഡലങ്ങളും 940 പഞ്ചായത്തുകളും 5 കോർപ്പറേഷനുകളും മറ്റു മുനിസിപ്പാലിറ്റികളിലും നമുക്ക് കമ്മിറ്റിയും ആളുകളും ഉണ്ടാകത്തക്ക രീതിയിലുള്ള പൊളിറ്റിക്സുമായിട്ടാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് ആരും ഇതിന് ബേജാറാകേണ്ടതില്ല. ഒരാൾക്കും നമ്മളെ തട്ടി മാറ്റിക്കൊണ്ട് കോടി കയറി മേലോട്ട് പോകാൻ കഴിയുമെന്ന് ഒരാളും ധരിക്കേണ്ടതില്ല. അത് ഇവിടുത്തെ പ്രബലമായ രാഷ്ട്രീയ കക്ഷികളെ ബോധ്യപ്പെടുത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനം നമ്മളെല്ലാവരും കൂടി വിചാരിച്ചാൽ ഇറ്റ് ഈസ് വെരി ഈസി. അത് നിങ്ങൾ മനസ്സിലാക്കുക. നൽകിയ എല്ലാ പിന്തുണക്കും ഇനിയുള്ള പ്രവർത്തനത്തിന് നിങ്ങളൊപ്പം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ എല്ലാവരോടും നന്ദിയും സ്വാഗതം. കഴിഞ്ഞ 31 വർഷമായിട്ട് അതുപോലെ ഞങ്ങൾ ആദർശം പേര് ഒരു പ്രസ്ഥാനത്ത് നിന്ന ആളുകളാണ് ഞങ്ങൾ. അതിൽ കുറച്ച് പ്രശ്നങ്ങളും വിട്ട് ഇത് കാര്യങ്ങൾ സജീവ പ്രവർത്തനത്തിൽ നിന്ന് മാറിയിരുന്ന സമയത്താണ് അതേ ആദർശം അൻവർ സാഹിബ് മുൻപ് പറഞ്ഞു കേട്ടിട്ടില്ല എന്ന് പല കോളുകളിൽ നിന്നും ആക്ഷേപപ്പെടുമ്പോഴും അതേ ആദർശം അൻവർ സാഹിബ് പറഞ്ഞതിന്റെ പുറത്ത് ഞാനാണ് ഏറ്റവും ആദ്യം, അന്ന് മൂവാറ്റം കൊണ്ടത്തെ ആരുമില്ല, കരീം സാഹിബ് വിളിച്ച് അൻവർ സാഹിബുമായിട്ട് ബന്ധപ്പെടാൻ പറഞ്ഞു. അതിനുശേഷം ഇന്നേ വരെ അൻവർ സാഹിബിനെ വീക്ഷിച്ചു. ഞങ്ങളുടെ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് ഒരുപാട് ആളുകൾ ഈ സംഘടനയെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിവുള്ള ഒരുപാട് ആളുകൾ ഇവിടെ എത്തിച്ചേർന്നു. അവരൊരു ചെറുപ്പക്കാരാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് ഈ സംവിധാനങ്ങൾ പൂർവാധികം ശക്തിയോടുകൂടി മുമ്പോട്ട് കൊണ്ടുപോകാൻ ഈ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ശ്രമിക്കും എന്ന വിശ്വാസത്തിൽ നിർത്തുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പൊ അതിനകത്ത് ഒരു അവസരമാണ് TMCക്ക് ആളുകളെ സംഘടിപ്പിക്കാനും ഈ തവണ അല്ലെങ്കിൽ അടുത്ത തവണയെങ്കിലും സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടൊരു അവസരമാണ്. ഈ കൂട്ടായ്മയായിട്ട് മുന്നോട്ട് പോകാനൊരു അവസരമാണ്. അതിന്റെ അണികളും കൂടെ അത് ഏറ്റുപിടിച്ചുകൊണ്ട് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയ രംഗങ്ങളിലേക്ക് എത്തി ആളുകളുടെ ഇടയിലേക്ക് എത്തിക്കുമ്പോഴും ചായക്കടകളിൽ രാവിലെ ചായ കുടിക്കുമ്പോഴും ഒക്കെ പറഞ്ഞാണ് ഓരോ പ്രസ്ഥാനങ്ങളുടെ വളർച്ചയാണ്. അപ്പൊ അതിനകത്ത് ഓരോരുത്തരും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ നന്നാവും. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഈ സംഘടന ഓർഗനൈസ് ചെയ്ത് പോകുന്നതോടൊപ്പം നമ്മൾ വനിതാ ദളിത് വിഭാഗങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് നമ്മുടെ സംഘടനയ്ക്കൊപ്പം കൂടെ നിർത്തിക്കൊണ്ട് പോകാൻ കഴിയണം എന്നുള്ള കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ആരും ചെയ്യുന്ന അഭ്യർത്ഥന നടത്തുകയാണ്. ഇവിടെ ചർച്ചകളിൽ പങ്കെടുത്ത പല നേതാക്കന്മാരുടെയും നേതാക്കന്മാരുമായി ഇവിടെ ഞാൻ ശ്രീ ഹംസയ്ക്ക് അറിയാമായിരിക്കാം, അത് ശ്രീ ഗൗരിക്കാവുന്ന അറിയാം. പിന്നെ പല നേതാക്കന്മാരും ചെറിയ കക്ഷികളിൽ നിന്നുകൊണ്ട് വലിയ കക്ഷികളുമായി സീറ്റ് ചർച്ചയിൽ പങ്കെടുത്തുള്ള ആളുകളാണ്. ഞാനൊക്കെ 18ാമത്തെ വയസ്സ് മുതൽ സീറ്റ് ചർച്ചയിൽ പങ്കെടുത്തിട്ടുള്ളതാണ്. നമ്മളോട് ചെല്ലുമ്പോൾ അവർ ചോദിക്കുന്നത് നേതാക്കന്മാരായ 2-3 കക്ഷി നേതാക്കന്മാരോട് ഇരിക്കും. ചോദിക്കുന്നത് നിങ്ങൾക്ക് അവിടെ ആരുണ്ട് മത്സരിക്കാൻ. അപ്പൊ നമ്മൾ പറയും ഞങ്ങൾക്ക് സീറ്റ് തന്നാൽ മതി. നിങ്ങൾക്ക് സീറ്റ് നിങ്ങൾ തരാൻ തീരുമാനിച്ചാൽ നിങ്ങൾ അവിടെ ആരെ നിർത്തും? ഞങ്ങൾ സ്ഥാനാർത്ഥികളാണ് എന്ന് പറഞ്ഞു കല്യാണം കഴിക്കുമ്പോൾ ഭാര്യയും തരും കൊച്ചിനും തരും എന്ന് പറഞ്ഞ പോലെ ഇത്
അങ്ങനെ നമുക്ക് സ്ഥാനാർത്ഥിയെ ചിഹ്നം കൂടെ തരുന്ന ഒരു നടപടിയാണ് സാധാരണ സ്വീകരിക്കുന്നത്. അപ്പൊ അത് ഒഴിവാക്കാൻ നമ്മൾ തന്നെ സ്വമേധയാ ആളുകളെ കണ്ടെത്തി വനിതകൾ, ദളിത് വനിത, അതുപോലെ വനിത, ഞങ്ങൾ വനിത ഇതൊക്കെ കണ്ടുപിടിച്ചുകൊണ്ട് നമ്മൾ പോയാൽ നമുക്ക് സീറ്റുകൾ ചർച്ചകളിൽ പങ്കെടുക്കുന്ന അഭിമാനത്തോടു കൂടി ഒരു വാർഡ് ചോദിക്കാൻ കഴിയും. നമുക്ക് തന്നാലും തന്നില്ലെങ്കിൽ മത്സരിപ്പിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം നമുക്കുണ്ട് എന്നൊരു ബോധ്യം ആ നേതാക്കളുടെ ഇടയിൽ ഉണ്ടായാൽ തീർച്ചയായും നമുക്ക് സീറ്റ് ലഭിക്കും. നമ്മൾ ഈ പറയുന്ന എല്ലാ മേഖലകളിലും മത്സരിക്കാൻ ഉതകുന്ന കാൻഡിഡേറ്റ്സിനെ കണ്ടെത്തിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തന ശൈലി ഇപ്പോഴേ സ്വീകരിച്ചാൽ നമുക്ക് തീർച്ചയായും ഈ ചർച്ചകളിലൊക്കെ വളരെ കാര്യക്ഷമമായി വാദങ്ങൾ ഉന്നയിക്കാനും നമുക്കത് അർഹപ്പെട്ട് വാങ്ങിയെടുക്കാനും ഇല്ലെങ്കിൽ നമ്മുടെ സ്ഥാനാർത്ഥി ഉണ്ടാകും എന്നുള്ള ഒരു സൂചന കൊടുക്കാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങളിലൂടെ മാത്രം ശ്രദ്ധ കൂടി പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വലിയ വേളയിൽ കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അവസാനിപ്പിക്കുന്നു. പ്രസക്തിയില്ല. കാരണം നമ്മുടെ ഭീകരനായ MLA വിശദമായി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പോലും വരാൻ പോകുന്ന ത്രിപുര പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസിന്റെ സാന്നിധ്യം അറിയിക്കാനുള്ള പ്രവർത്തനം തീർച്ചയായും എല്ലാവരും വളർത്തുന്നതാണ്. ഇതുപോലെ ജില്ലാ നേതൃത്വ യോഗം തൃശ്ശൂർ ജില്ല ഈ മാസം അവസാനമുണ്ട്. അതിലേക്ക് ഞാൻ എല്ലാവരും ക്ഷണിക്കുകയാണ്. താങ്ക് യു. ഞാൻ ഈ പ്രസ്ഥാനത്തിലേക്കും അൻവർ ഉയർത്തിയ മുദ്രാവാക്യത്തിലേക്കും ശ്രീ PV അൻവറിന് പിന്തുണ പ്രഖ്യാപിച്ചും വരുമ്പോൾ രാഷ്ട്രീയ പ്രവർത്തനം എന്റെ അജണ്ടയിൽ വർഷങ്ങൾക്ക് മുമ്പേ നമ്മുടെ പാർട്ടി ക്ലോസ് ചെയ്ത് പറഞ്ഞ ഒരു കാര്യമാണ്. എത്ര മുദ്രാവാക്യങ്ങളായിട്ട് വരുന്ന ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ കുടുംബത്തിൽ ഒരു പിന്തുണക്കാരനായി ജനിച്ച അദ്ദേഹത്തിന് കളങ്കമായ മുദ്രാവാക്യങ്ങൾ കേരള പൊതുസമൂഹത്തിലേക്ക് വെക്കുവാൻ മാനസികമായും സാംസ്കാരികമായും കുടുംബപരമായും സാധിക്കത്തില്ല എന്നുള്ള ഒരു തിരിച്ചറിവ്, ഒരു തരം ബോധ്യം എനിക്കുള്ളത് കൊണ്ടാണ് ശ്രീ PV അൻവറിനെ പിന്തുണയ്ക്കുന്നത്. വരും ദിവസങ്ങളിലും ഞങ്ങൾ ഒട്ടനവധി സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ മുഴുകി നിൽക്കുന്ന ആളെന്ന നിലയിൽ എന്നെ കൊണ്ട് കഴിയാവുന്ന എല്ലാ പിന്തുണയും, എല്ലാ പ്രവർത്തനങ്ങളും, എല്ലാ സജ്ജീകരണങ്ങളും ഈ മൂവ്മെന്റിന് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്വമാണ് ഞാൻ നോക്കുകയാണ്. നമ്മുടെ സ്ഥാനമാനങ്ങളോ അല്ലെങ്കിൽ പ്രവർത്തനത്തിന് ശ്രീ MLA പറഞ്ഞ കണക്ക് എന്തെങ്കിലും തരത്തിലുള്ള സ്ഥാനമാനങ്ങൾ വേണമെന്നില്ല. ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങൾ വളരെ കൃത്യമായി ചെയ്തു തീർക്കുക. ശ്രീ PV അൻവർ ഉയർത്തുന്ന മുദ്രാവാക്യത്തിന്റെ കാലിക പ്രസക്തി കൊണ്ടുകൊണ്ട് അത് നേടിയെടുക്കുക എന്നുള്ള മാത്രമാണ്. കാരണം മമതാജി 1998 BMC ഉണ്ടാക്കുമ്പോൾ ഇതുപോലത്തെ ഒരു യോഗ കൂടിയത്. ഞാൻ 1911 കോൽക്കട്ടയിൽ പോയിട്ടുണ്ട്. അന്ന് മമതാജി അധികാരത്തിലെത്താനുള്ള തെരഞ്ഞെടുപ്പിലായിരുന്നു. അവിടെ നിന്ന ഇല കൊഴിഞ്ഞു നിൽക്കുന്ന മരത്തിന്റെ താഴേക്ക് വീഴുന്ന ഇലകൾ പോലും മാ മാട്ടി മനുഷ്യൻ, മാ ദുർഗ, മമതാ ദീദി എന്ന് ശബ്ദിക്കുന്നത് പോലെ നമുക്ക് തോന്നുമായിരുന്നു. അതാണ് മമതാ ദീദി. ആ ദീദിയുടെ പിന്തുടർച്ചയാണ് ബഹുമാന്യനായ നമ്മുടെ ലീഡർജി ഇവിടെ എത്തിച്ചിരിക്കുന്നത്. അഭിവാദ്യമുണ്ട്, അഭിവാദ്യം. നമ്മള് അധികാരവും സ്ഥാനവും നമുക്കൊന്നും വേണ്ട. നമുക്ക് സ്ഥാനമൊന്നും അല്ല വേണ്ടത്. ഇദ്ദേഹത്തെ നമുക്ക് ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകും. ഇങ്ങനെയൊരു മനുഷ്യനെ കിട്ടണ്ടേ? ചുമ്മാ ഒരാൾ വന്നാൽ മുഖ്യമന്ത്രി ആവാൻ പറ്റുമോ? ഇവിടുന്ന് പറയുന്നതിൽ തെറ്റു തോന്നുന്നു. ഒരു സെക്കൻഡോടെ ഇവിടുന്ന് 3-4 MLA പോയി ഈ TMCയുടെ ഇത് കെട്ടാൻ. കാരണം ഞങ്ങളൊക്കെ കൂടി കൊണ്ടുപോയതാ. അവിടെ ചെന്ന് മമതാ ദീദി ഇവിടുത്തെ നോക്കുമ്പോ MLA പേര് പറയുന്നില്ല, അവരൊക്കെ എപ്പോഴും MLA. അവരുടെ പേര് നോക്കുമ്പോ ദീദി പറയും ഇതിനെയാണോ നിങ്ങൾക്ക് കിട്ടിയുള്ളൂ. ഇപ്പൊ അവസാനം അൻവർജീനെ കൊണ്ടുപോയി അവരെ സ്വീകരിച്ചു. അപ്പം അമതയ്ക്ക് അറിയാം ഇവിടെ എന്തൊക്കെയാണ്. അതുകൊണ്ട് നമുക്ക് ഈ അൻവർജിയെ കേരളത്തിന്റെ CM ആക്കണം. ഞാൻ അതിനു വേണ്ടി ഇന്ന് മുതൽ ഇറങ്ങുകയാണ്. എനിക്ക് എന്ത് സ്ഥാനം തന്നു എന്നൊന്നും നോക്കിയിട്ടല്ല. 14 വർഷമായിട്ട് TMC എന്ന ചുമ്മാ ഒരു ലേബല് എന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്ത് നോക്കിയാൽ അറിയാം. അത് 14 കൊല്ലമായോന്ന്. 14 കൊല്ലമായി മമതയുടെ പടം ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഷാഹുൽ തോട്ടത്തിക്കുളന്ന് ഫേസ്ബുക്കിൽ അടിച്ചാൽ മതി. അതിൽ ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് എന്നൊരു പേജ് ഉണ്ട്, അത് എടുത്താലും മതി. 14 കൊല്ലത്തെ സ്റ്റാറ്റസ് അതിൽ കിടപ്പുണ്ട്. ശരിക്കും പറഞ്ഞാൽ 2-3 വർഷമായി ഇവിടെ ഈ TMC വരണമെന്ന് ആഗ്രഹിച്ച് മുന്നോട്ട് പോയ ഒത്തിരിയേറെ ആൾക്കാർ ഇതിലും നമ്മുടെ ഈ എറണാകുളം ജില്ലയിൽ തന്നെ ഉണ്ട്. ഇവിടെ വന്നിരിക്കുന്ന ആളുകൾ അതിൽ ഒത്തിരി ആളുകളുണ്ട്.
അപ്പോൾ അതിപ്പോൾ നമുക്ക് നിറവേറിയിരിക്കുകയാണ്. ഇതിൽ നല്ലൊരു നേതാവ് മുന്നോട്ട് വരണം എന്നുള്ളതായിരുന്നു നമ്മുടെ എല്ലാ ആഗ്രഹം. അന്നന്ന് ഈ കേരളത്തിൽ സംഭവിക്കുന്ന എല്ലാ സംഭവവികാസങ്ങൾക്കും നമ്മൾ ഇടപെട്ട് അതിനൊരു തീർപ്പ് കൽപ്പിക്കുന്ന രീതിയിൽ മുന്നോട്ട് വരണം. അതിന് എല്ലാവിധ ആശംസകളും. അതോടൊപ്പം ഞാൻ എല്ലാത്തിനും ഈ TMCയുടെ കൂടെ ഉണ്ടാവുമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമ്മുടെ പ്രിയങ്കരനായ അൻവർ സാർ, ഇവിടെ കൂടിയിരിക്കുന്ന മറ്റ് നേതാക്കന്മാർ, സഹപ്രവർത്തകരെ, ഇടുക്കി ജില്ലയിൽ നിന്നും TMCയുടെ കഴിഞ്ഞ 9 വർഷക്കാലം ആ ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തിരിക്കാൻ എനിക്ക് അവസരം ലഭിച്ചു. എന്നാൽ ഈ പാർട്ടിയെ ഒരു നാഥനില്ല കളരിയാക്കി മാറ്റി. എന്നാൽ ഇപ്പോൾ അതിഭയങ്കരമായ ഒരു ഗർജിക്കുന്ന സിംഹം പോലെ നമ്മുടെ ബഹുമാനപ്പെട്ട അൻവർ സാർ ഈ സ്ഥാനം ഏറ്റെടുത്തപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗമായി എറണാകുളം ജില്ലയിൽ വന്ന് ഈ യോഗത്തിൽ സംബന്ധിക്കുവാനും എനിക്ക് ബഹുമാനപ്പെട്ട നമ്മുടെ അൻവർ സാറിനെ നേരിട്ട് കാണുവാനും മറ്റ് സഹപ്രവർത്തകരെ കാണുവാനും ഇടയാക്കിയ സർവശക്തനായ ദൈവത്തോട് നന്ദി പറയുന്നു. ഒരുപാട് നേതാക്കന്മാര് പൊട്ടിമുളച്ചു വരുന്നുണ്ട്. എന്നാൽ ഈ ഭദ്രമായ കയ്യിൽ അദ്ദേഹം നയിക്കുന്ന ഈ TMCയുടെ ചുവട് പറ്റി ഞാൻ എപ്പോഴും എന്നും ഒരു നന്ദിയുള്ളവനായി സാറിൻ്റെ ഒപ്പം ഉണ്ടാകും എന്ന് ഞാനിവിടെ നിങ്ങൾക്ക് വാക്ക് തരുന്നു. എനിക്കത് പറയുവാൻ അവസരം തന്ന എല്ലാവർക്കും, ഇതിൻ്റെ സംഘാടകർക്കും എൻ്റെ ബഹുമാനപ്പെട്ട സാറിനും നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. പുന്നപ്ര വയലാറിൻ്റെ നാട്ടിൽ നിന്ന് വന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതായത് CPM, RSS. എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നോക്കുവാണെങ്കിൽ കൊച്ചച്ഛൻ RSS, അച്ഛൻ കോൺഗ്രസ്, പിന്നെ ഞാൻ CPMൻ്റെ ഒരു അനുഭാവിയായിരുന്നു. പക്ഷേ ഇപ്പം നമ്മുടെ പ്രിയപ്പെട്ട നമ്മളെല്ലാവരും അമ്പുക്കാന്ന് വിളിക്കുന്ന അൻവർ സാർ ഇതിൻ്റെ നേതൃത്വത്തിൽ വന്നതുകൊണ്ട് ഒരു 10-18 വർഷമായിട്ട് എനിക്ക് സാറിനെ അറിയാം. സാറിൻ്റെ കഴിവുകൾ എന്താണ്, ഒരു നമ്മൾ ഈ സിനിമയിലൊക്കെ പറയുന്ന പോലെ എന്താ പറയാ, ജാക്കി എന്ന മിത്രത്തെ നിങ്ങൾ കണ്ടിട്ടുള്ളൂ, സാഗർ എന്ന ശത്രുവിനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോ CPMകാർക്ക്. കാരണം എന്താന്ന് വെച്ചാൽ ഈ തൻ്റെ ഇടവും ചങ്കുറപ്പും അന്ന് പണ്ട് ബിസിനസ്സുകാരനായിരുന്ന ഒരു അമ്പുക്ക അതേപോലെ നിലനിർത്തിക്കൊണ്ടാണ് ഇന്ന് ഈ എന്താ പറയുക രാഷ്ട്രീയത്തിലോട്ട് വന്നത്. പുള്ളിയുടെ വളർച്ച രാഷ്ട്രീയത്തിലെ ഓരോ ചുവടുകളും ഞാൻ കണ്ടുകൊണ്ട് നിരീക്ഷിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. പക്ഷെ ഇന്ന് പിണറായി വിജയനെതിരെ ഒരു വാക്ക് പറയാൻ, മുന്നിൽ നിന്ന് പറയാൻ കേരളത്തിൽ ആകെ ചങ്കൂറ്റമുള്ള ഒരു വ്യക്തി PV അൻവർ MLA മാത്രമായിരുന്നു. അതുകൊണ്ട് ഏറ്റവും നല്ലൊരു നേതാവിനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ആ ചങ്കുറുപ്പിന്റെ കൂടെ നമുക്ക് മുന്നോട്ട് പോകാം. ജയ് അൻവർജി. ഞാൻ അൻവർക്ക് കാണാൻ വേണ്ടി ചെല്ലുന്നത് തിരുവനന്തപുരത്താണ്. ഈ പ്രശ്നങ്ങളുടെ ഒരു മൂർധന്യത്തിൽ നിൽക്കുമ്പോഴാണ്. അപ്പൊ ഞാൻ ചെല്ലുമ്പോ ഒരു 3 പോലീസുകാരെങ്കിലും എന്നെ തടഞ്ഞു നിർത്തി പേരും നമ്പറൊക്കെ നോട്ട് ചെയ്തു. അപ്പൊ തന്നെ എനിക്കറിയാം ഭാവി അപകടത്തിലാണെന്നുള്ളത്. കാരണം അത് ആരെ അറിയിക്കാനാണ്. അത് കഴിഞ്ഞ് അൻവർക്കൊക്കെ കണ്ടപ്പോൾ അൻവർക്കൊക്കെ എന്നെ ഒരു സംശയം തോന്നിയിട്ടുണ്ടാവും, ഇവരിത് എന്താണ് ഇത്ര ബുദ്ധിമുട്ടി എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് എന്നെ കാണുന്നത്. കാണാൻ 2 കാര്യങ്ങളേ ഉള്ളൂ. അത് വ്യക്തിപരമായ ഒരു വീരാരാധന കൊണ്ട് മാത്രമല്ല, പകരം രാഷ്ട്രീയം കൃത്യമായി ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ്. നമ്മൾ ഇപ്പൊ തന്നെ പകുതി ജയിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കാരണം എത്ര ആളുകൾ കൂടെയുണ്ട്, നമ്മൾ എത്ര തെരഞ്ഞെടുപ്പിൽ ജയിച്ചു എന്നുള്ളതിനേക്കാളേറെ നമ്മൾ ഏറ്റെടുക്കുന്ന വിഷയങ്ങളെ മറ്റുള്ളവരെ ഏറ്റെടുക്കാൻ നിർബന്ധിതരാക്കിയോ എന്നുള്ളതാണ് ചോദ്യം. ആ കാര്യത്തിൽ വനനിയമത്തിന്റെ കാര്യത്തിൽ PV അൻവർ MLA വിജയിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളും നമ്മൾ ഉന്നയിച്ച വിഷയത്തിന്റെ പുറകെ വരേണ്ടി വന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള കാര്യം. അതാണ് യഥാർത്ഥത്തിൽ ലീഡർമാരെ തീരുമാനിക്കുന്നത്. ഒരു MBAക്കൊക്കെ നിങ്ങൾ അറിയേണ്ടത് ഗ്രൂപ്പ് ഡിസ്കഷന് കുട്ടികളെ ഇരുത്തി കൊടുക്കും. അപ്പൊ അതിൽ ആരാണ് ലീഡർ എന്ന് തീരുമാനിക്കുന്നത്, ആരുടെ വാദങ്ങളാണോ മറ്റുള്ളവർ ചർച്ചക്കെടുക്കുന്നത് എന്ന് നോക്കിയാണ് തീരുമാനിക്കുന്നത്. അത്തരത്തിൽ യഥാർത്ഥത്തിൽ ഒരു ലീഡറാകാൻ PV അൻവർ MLAക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് നമുക്കെല്ലാം അഭിമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഒന്ന്, അത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളും കേരളത്തിലെയോ ഇന്ത്യയിലെയോ പ്രതിപക്ഷമടക്കമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടികളും ജനങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങളൊന്നും ഏറ്റെടുക്കുന്നില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. അത് നമ്മൾ ആദ്യമായി ഏറ്റെടുത്തിരിക്കുന്നു. അതാണ് വനനിയമം. അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കപ്പെടാതെ പോകുമായിരുന്നു. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം,
നമ്മുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് മതപരമായ ആളുകളെ വിഭജിച്ചുകൊണ്ട്, അവരെ ഭിന്നിപ്പിച്ചുകൊണ്ട്, അതിന്റെ വോട്ടുകളെ ഭിന്നിപ്പിച്ചുകൊണ്ട് എങ്ങനെ ജയിക്കാൻ കഴിയുമെന്ന് ചിന്തിക്കുന്ന ലെവലിലേക്ക് എത്തിയിരിക്കുന്നു. കേരളത്തിൽ പോലും നിങ്ങൾ എടുത്തു നോക്കിയാൽ പല സീറ്റുകളിലും ഒരു എതിർവികാരം ഉണ്ടാകുമ്പോൾ, ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുന്ന വോട്ടുകൾ ഭിന്നിച്ചു പോയാൽ ചിലപ്പോൾ CPM തന്നെ വീണ്ടും ജയിക്കാൻ കഴിയുമെന്നുള്ളതിന്റെ ചിന്തയുടെ ഉപൽപ്പന്നമാണ് നിങ്ങൾ അറിയേണ്ടത് തൃശൂർ പൂരം കലകിയതും മറ്റു പല പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാവുന്നതും. ഇത് തന്നെയാണ് അഖിലേന്ത്യാ തലത്തിൽ BJP നടപ്പിലാക്കുന്നത്. 9 മാസങ്ങൾക്ക് മുമ്പ് നരേന്ദ്രമോദിക്ക് എക്കണോമിക് കൗൺസിലിന്റെ റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ടിൽ പറയുന്നത് മുസ്ലിം ജനസംഖ്യ 43% വർദ്ധിക്കുന്നു ഇന്ത്യയിൽ എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അതൊരു കള്ളമായ റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിന്റെ യഥാർത്ഥ കാരണം എന്ന് പറയുന്നത് 4.4 ഫെർട്ടിലിറ്റി റേറ്റ് മുസ്ലിം വുമൺ ഉണ്ടായിരുന്നു. കാരണം അവരുടെ ജീവിതസ്ഥിതിയും വളരെയധികം പരിതാപകരമായിരുന്നു. ഇപ്പോ ആ ഫെർട്ടിലിറ്റി റേറ്റ് 2 പക്ഷെ അത്തരം കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് മുസ്ലിം രാഷ്ട്രമാകാൻ പോകുന്നു ഇന്ത്യ എന്നുള്ള വ്യർത്ഥമായ പ്രചാരണങ്ങൾ നടത്താൻ കഴിയുന്നു ഒരു രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യയിലുണ്ട്. അത് കേരളത്തിലേക്ക് കൂടി പടരുകയാണ്. ഇതിനെ രണ്ടിനെയും പ്രതിരോധിക്കാൻ PV അൻവർ MLA ഇറങ്ങി തിരിച്ചത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഞാൻ എന്ത് ചെയ്തത്, അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കാൻ തീരുമാനിച്ചത്. ഒന്ന്, അടിസ്ഥാന മനുഷ്യന്റെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്ന കാര്യത്തിൽ നിങ്ങൾ അറിയണം, കേരളം ഇത്രയൊക്കെ പുരോഗമിച്ചിട്ടും 4 ലക്ഷത്തോളം വരുന്ന ആദിവാസികളും ഗോത്രവർഗക്കാരും ഇന്നും മനുഷ്യരായി പോലും പരിഗണിക്കാതെ നമ്മുടെ നാട്ടിൽ ആനകളുടെ ചവിട്ടേറ്റ് ഭരിക്കുന്നവരാണ്. ആ പ്രശ്നം ആദ്യമായി കേരള സമൂഹത്തിൽ ഉന്നയിച്ചത് PV അൻവർ MLA ആണ്. സമൂഹത്തിൽ വരുത്തേണ്ട പരിഷ്കരണങ്ങളെ കുറിച്ച് സംസാരിച്ചത് കൊണ്ടാണ് എന്റെ പിന്തുണ PV അൻവർ MLAക്കും തൃണമൂൽ കോൺഗ്രസിനും വേണ്ടി കൊടുത്തത്. അത് തന്നെയാണ് മമതാ ബാനർജി ബംഗാളിൽ നടപ്പിലാക്കിയത്. അതുകൊണ്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും അവിടെ BJPക്ക് വലിയ നേട്ടമുണ്ടാകുമെന്ന് പറഞ്ഞിട്ടും ഒരു നേട്ടവും ഉണ്ടാകാതെ BJPയെ നിഷ്പ്രഭരാക്കാൻ കഴിയുന്നത്. അത്തരത്തിലുള്ള തന്ത്രങ്ങൾ കൂടി മമതാ ബാനർജി പയറ്റുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ യോഗത്തിന് വന്ന എല്ലാവർക്കും എന്റെ അഭിവാദ്യങ്ങൾ. കാരണം നമ്മളെ പോലുള്ള ആളുകളാണ് ഈ രാഷ്ട്രത്തെ ഇതുപോലെ തന്നെ നിലനിർത്തുന്നത്. രാഷ്ട്രീയം ശ്രദ്ധിക്കാത്തവർ നാളെ ഈ ഇന്ത്യ വിഭജിക്കാനും മാനസികമായി പോലും അകൽച്ച ഉണ്ടാക്കാനും ഒക്കെ സഹായിക്കുകയുള്ളൂ. നമ്മളാണ് യഥാർത്ഥത്തിൽ ഈ രാജ്യത്തെ ന്യൂനപക്ഷമായ ആളുകളാണ് രാജ്യത്തെ ഇതുപോലെ നിലനിർത്താൻ സഹായിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കെല്ലാം എന്റെ വെറും അല്ല ഹൃദയത്തിൽ നിന്നുള്ള അഭിവാദ്യങ്ങൾ ഒരിക്കൽ കൂടി. താങ്ക് യു. രതീഷ് ചക്രവാണി നമുക്ക് ഭാവിയിൽ ഉപയോഗപ്പെടുത്തേണ്ട ഒരു വ്യക്തിത്വമാണ്. നമ്മുടെ സംഘടനാ ക്ലാസ്സിലേക്ക് നേതൃത്വം വഹിക്കാൻ അദ്ദേഹം സ്വയം തയ്യാറായി വന്നേക്കുന്നതാണ്. അപ്പൊ ഇനി ഭാവിയിൽ മുന്നോട്ട് പോകുന്ന നമ്മുടെ ക്യാമ്പുകള്, പാർട്ടി സംഘടന ക്ലാസ്സിൽ രതീഷ് ചക്രവാണിയെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. എൻ്റെ മണ്ഡലത്തിൽ നല്ല കഴിവും പ്രാപ്തിയുള്ള നല്ല ചെറുപ്പക്കാരായ പിള്ളേരുണ്ട്. അവരെ നേതൃസ്ഥാനത്ത് കൊണ്ടുവന്നുകൊണ്ട് ഒപ്പത്തിനൊപ്പം ഞാനും ഉണ്ടാകും. മൂവാറ്റുപുഴ മണ്ഡലം, ആ മണ്ഡലത്തിൽ ശക്തമായ ഒരു കമ്മിറ്റി ഉണ്ടാക്കി പ്രവർത്തനം ആരംഭിക്കാൻ സഹായിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിക്കുന്നു. ആലുവ നിയോജക മണ്ഡലത്തിൽ നിന്നാണ്. നമുക്കറിയാം, ഈ കുറഞ്ഞ കാലയളവിൽ ഇവിടെ ചാനലുകളെല്ലാം വളരെ ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ നേരിടാൻ നമ്മുടെ നേതാവിന് കഴിഞ്ഞു എന്നുള്ളത് നമ്മളെല്ലാവരും ഒരുപോലെ കണ്ടതാണ്. അതുകൊണ്ട് നമ്മുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ പിന്തുണയും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞാൽ, ഞാൻ അൻവർ സാഹിബിനെതിരായിരുന്നു ഒരു കാലഘട്ടത്തിൽ. കോൺഗ്രസിന്റെ റിപ്ലൈയായിട്ട് നിന്നപ്പോൾ നമുക്കതൊരു വിഷമമുണ്ടായി. അത് കഴിഞ്ഞ് ഇപ്പോൾ അദ്ദേഹം ഉയർത്തിപ്പിടിച്ച ഈ മലയോര പ്രശ്നങ്ങളും സർക്കാരിനെയും പ്രതിപക്ഷത്തെയും വലതുപക്ഷത്തെയും ഇടതുപക്ഷത്തെയും എല്ലാം കാര്യങ്ങൾ സാധിക്കുന്നതിന് വേണ്ടി അത് പ്രവർത്തിച്ച അദ്ദേഹത്തെ മുഴുവൻ പാരമ്പര്യമായിട്ട് രാഷ്ട്രീയ കുടുംബത്തിലെ വ്യക്തിയാണ്. എൻ്റെ വീട്ടിലെ എല്ലാ ഉദ്യോഗ സ്ഥാനവും ഉണ്ടായിരുന്നതാണ്. അതൊക്കെ നമ്മൾ വിട്ടെറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് പ്രവർത്തിക്കാൻ വന്നിരിക്കുന്നത്. എൻ്റെ എല്ലാവിധ പിന്തുണയും എൻ്റെ പിതാവ് എറണാകുളം DCC സെക്രട്ടറി ആയിരുന്നു, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു, വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു, കിഴക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു, ഡയറക്ടർ സൊസൈറ്റിയുടെ 25 കൊല്ലം പ്രസിഡന്റ് ആയിരുന്നു. അങ്ങനെ വ്യക്തിയുടെ മകനാണ് ഞാൻ. എൻ്റെ വീട്ടിലാണ് ഏതാണ്ട് എറണാകുളം മേഖലയിലെ ഒരു കുറച്ചൊക്കെ എല്ലാ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ചുക്കാൻ പിടിച്ചുകൊണ്ട്, അതായത് ഗ്രൂപ്പ് അടിച്ച് ഇപ്പൊ കോൺഗ്രസിൽ ഗ്രൂപ്പ് ഇടുന്ന എല്ലാവർക്കും അറിയാം. അവർക്ക് നടന്നുകൊണ്ടിരുന്ന വീടാണ് എൻ്റെ വീട്. എൻ്റെ പിതാവ് മരിച്ചിട്ട് 1 വർഷമാവുന്നുള്ളൂ. 2020 ആണ്. 2020 ഒന്നും വലിയ പ്രസക്തി ഉണ്ടായിരുന്നില്ല. അവർക്ക് കുടുംബ വഴക്കിന്റെ പേരിൽ അവർക്ക് കിട്ടിപ്പോയതാണ്. കോൺഗ്രസിന്റെ മണ്ഡല പ്രസിഡന്റും മറ്റേ സാബും തമ്മിലുള്ള വിഷയമാണ് തുടങ്ങിയത്.
അതിന് നമ്മൾ എതിരായിരുന്നു. അപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞ് നിർത്താണ്, ഇപ്പോൾ സമയം പോരാ. അതുകൊണ്ട് എല്ലാവരും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നമ്മുടെ ടീംസിക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരുപാട് മീറ്റിങ്ങുകളും ഞങ്ങൾ ഒരുപാട് നടന്നതാണ്, പല മീറ്റിങ്ങുകളും ഒക്കെ സംഘടിപ്പിച്ചു. പക്ഷേ അതിവിടെ നമുക്ക് നടപ്പിലാക്കാൻ സാധിച്ചില്ല. ഇപ്പോ അൻവർ സാറിന്റെ നേതൃത്വത്തിൽ നമുക്കിവിടെ ഒരു കമ്മിറ്റി വരുന്നുണ്ട്. നമുക്ക് സംസ്ഥാനത്ത് TMC നടപ്പിലാകുകയാണ്. അപ്പൊ അതിന് എല്ലാവിധ ആശംസകളും നേരുന്നു. എനിക്ക് ഈ പാർട്ടിയിൽ കൂടുതൽ ആകൃഷ്ടരായി തോന്നിയ ഒരു കാര്യം, ദളിതുകൾക്കും മത ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും വളരെയധികം പീഡനം അനുഭവിക്കുന്ന വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സന്ധിയില്ലാത്ത സമരം ചെയ്യാൻ തയ്യാറായി മുന്നോട്ട് വന്നിട്ടുള്ള നമ്മുടെ പ്രിയങ്കരനായ മുൻ MLA കൂടിയായ PV അൻവർ സാഹിബ് അവറുകളുടെ വളരെയധികം ആർജവത്തോടു കൂടിയുള്ള ധീരമായ നിലപാടുകളാണ് ഈ പ്രസ്ഥാനത്തിലേക്ക് എത്തി നോക്കുവാൻ എന്നെ പ്രേരിപ്പിച്ച ഘടകം. അതുകൊണ്ട് എനിക്ക് ഈ അടിച്ചമർത്തപ്പെടുന്ന സാമൂഹ്യ നീതിക്ക് വേണ്ടി പോരാടുവാൻ വേണ്ടിയിട്ടുള്ള ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനത്തിൽ എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നതോടൊപ്പം തന്നെ ഒരഭിപ്രായം കൂടി ഞാൻ എൻ്റെ പ്രിയപ്പെട്ട നേതാക്കന്മാരോട് ഉണർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ വനമേഖലയുടെയും അതുപോലെ കടലോര മേഖലയുടെയും ഒക്കെ വിഷയങ്ങൾ പറഞ്ഞതുപോലെ തന്നെ നമ്മയെല്ലാം കാർന്നു തിന്നുന്ന, നമ്മുടെ മനുഷ്യർക്ക് എല്ലാവർക്കും രോഗം സമ്പാദിക്കുന്ന മായം കലർന്ന ഭക്ഷണത്തിനെതിരായിട്ടുള്ള ഒരു സമരം ശക്തമായി ഈ പ്രസ്ഥാനം തുടങ്ങണമെന്ന് ഒരു അഭിപ്രായം കൂടി ഞാൻ ഉണർത്തുകയാണ്. വളരെയധികം സന്തോഷമുണ്ട് അൻവർ സാഹിബിനെ നേരിട്ട് കാണാനായിട്ട് സാധിച്ചല്ലേ. ഈ നിലപാടുകൾക്കൊരു രാജകുമാരൻ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അൻവർ സാഹിബ് തന്നെയാണ്. അത് അദ്ദേഹം ഇടപെടുന്ന വിഷയങ്ങൾ എന്ത് തന്നെയാണെങ്കിലും മനുഷ്യത്വപരമായിട്ടുള്ള നിലപാടുകൾ ഇന്നും ജനങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് തുടർന്നും അതേപോലെ നല്ല നിലപാടുകൾ തുടർന്നു പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഞാനൊരു പഴയകാല കോൺഗ്രസ്സുകാരനാണ്. അടിയന്തരാവസ്ഥക്കാലത്ത് ഇന്റർനാഷണൽ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിലതോക്കുകളുടെ മുമ്പിൽ വരെ നിന്നിട്ടുള്ള ആളാണ്. ആ പ്രസ്ഥാനത്തിന് വേണ്ടി നിന്നിട്ടുള്ള ആളാണ്. പക്ഷെ അതിൻ്റെ എല്ലാം പോക്ക് വളരെ മോശമായതിൻ്റെ പേരിൽ എല്ലാത്തിൽ നിന്നും പിന്നോട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ കേരളത്തിൽ ദളിതർക്ക്, ജനങ്ങൾക്ക് വേണ്ടി ഒരു നേതാവിനെ ഞാൻ കണ്ടത് അൻവർ സാഹിബിലൂടെ. എല്ലാവരും അൻവർ സാഹിബിനുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ദിനാശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഏതായിരുന്നാലും ഈ ഒരു പ്രസ്ഥാനം ഇതിനെക്കുറിച്ച് ഇതിന്റെ ഈ 6 വഴികൾ 5 മാസമായി ഇതിനെക്കുറിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ പല സമയത്ത് പല ആശങ്കകളും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാൻ പല രീതിയിലും നമ്മുടെ ഇപ്പൊ ഇല്ല, ഇന്നത്തോടുകൂടി ഇന്നത്തോടുകൂടി കംപ്ലീറ്റ് ഔട്ടായി എന്ന് പറയാം. ഞാൻ പറയാനുള്ളത് എന്നോട് പറയാൻ സാധിക്കാതിരിക്കുന്നത് കൊണ്ട് തന്നെ വീഡിയോ ആക്കി തന്നെ എത്തിച്ചിട്ടുണ്ട്. കാരണം അത് പറയാതെ പോലും ശരിയല്ലല്ലോ. തെറ്റോ ശരിയോ അത് അവിടെ തീരുമാനിക്കേണ്ടതാണ്. കാരണം ഇവരുടെ മനസ്സിൽ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കറിയില്ലോ. നമ്മുടെ മനസ്സിൽ തോന്നുന്ന കാര്യം കൃത്യമായി അവിടെ എത്തിക്കാനുള്ള ശ്രമം പല സമയത്തായിട്ട് നടത്തിയിട്ടുണ്ട്. ഏതായിരുന്നാലും ഇന്ന് അതിനെല്ലാം ഒരു വിരാമം സംഭവിച്ചിരിക്കുന്നു. അതുകൊണ്ടിട്ട് തന്നെ ഈ ഒരു പരിപാടിയിലേക്ക് എത്തിയ എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു നേതാവാണ് PV അൻവർ. അതുപോലെ തന്നെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു നേതാവാണ് മമതാ ബാനർജി. ഞങ്ങളുടെ MLA യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ പ്രസിഡന്റായിരുന്നു, ബംഗാളിലെ കേരളത്തിന്റെ പ്രസിഡന്റായിരുന്നു മമതാ ബാനർജി. അവർ അങ്ങനെ ഈ കോൺഗ്രസിൽ നിന്ന് വിട്ടുപോകുന്ന കാലത്ത് നമ്മൾ വളരെയധികം വിഷമിച്ചു. ഇതുപോലെയുള്ള നേതാക്കന്മാരെ, മൂപ്പനാരെ പോലെയുള്ള നേതാക്കന്മാരെ കോൺഗ്രസ് പുറന്തള്ളുക എന്ന് പറയുന്നത് അതാണ് ഈ കോൺഗ്രസിനെ പറ്റി അറിയില്ല. അതിലേക്കൊന്നും കൂടുതലായി കിടക്കുന്നില്ല. ജനാധിപത്യ ബോധമുള്ള തന്റേടമുള്ള ഒരു നേതാവിനെ ആ പ്രസ്ഥാനം നയിക്കുവാൻ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ആ നേതാവിന് പിന്നിൽ നമ്മളെല്ലാവരും ഉണ്ടാകണം. എങ്കിലേ നേതാവ് ശക്തനാവും, ഈ പാർട്ടി ശക്തമാവും. അതുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ചെയ്യുന്നു. ഉത്തരവാദിത്തപ്പെട്ട
സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ് പാർട്ടിയിൽ. പക്ഷെ ഞാൻ അൻവർ സാഹിബിന്റെ രാഷ്ട്രീയ മാറ്റം തുടങ്ങിയപ്പോൾ മുതൽ സാറിനൊന്ന് ബന്ധപ്പെടുവാനായിട്ട് ഒരുപോലെ ശ്രമിച്ചു. ലാസ്റ്റാണ് എനിക്ക് നമ്മുടെ ഇസ്മാൻ സാഹിബിനെ കിട്ടിയത്. അങ്ങനെയാണ് പറഞ്ഞത് ഇന്ന് കാണാമെന്ന് പറഞ്ഞ് കണ്ടതിൽ തന്നെ വളരെ സന്തോഷം. എന്തായാലും എനിക്ക് അൻവർ സാഹിബിനോട് പറയാനുള്ള വിപ്ലവത്തിന്റെ മണ്ണിലേക്ക്, ആലപ്പുഴയുടെ വിപ്ലവത്തിന്റെ മണ്ണിലേക്ക് ഹൃദയപൂർവ്വം. സാഹിബ് നേരത്തെ പറഞ്ഞു ഒരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ 5 പേര് 10 പേരെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇത്രയും പേര് സാക്ഷി നിർത്തിക്കൊണ്ട് പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഈ പ്രസ്ഥാനത്തിന്റെ കൂടെ നിൽക്കുന്ന 100 പേരെ ആലപ്പുഴയിൽ തലയെണ്ണി കാണിക്കുവാൻ ഞാൻ വളരെയധികം ആത്മാർത്ഥതയോട് ആലപ്പുഴയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എത്രയും പെട്ടെന്ന് ആലപ്പുഴയ്ക്ക് എത്തണം. ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യും. എല്ലാവർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നെയ്യാറ്റങ്കര നഗരാட்சியிலும் நெடுமங்காடு முனிசிபலிலும் வெள்ளநாடு ஊராட்சியிலும் பாரசார ஊராட்சிகளிலும் நாம் வெற்றி பெற அனைத்து நடவடிக்கையும் ஈடுபடுவேன். அதுபோல் இங்கே நடத்துகின்ற மிகப்பெரிய பேரணிக்கு 20 வாகனங்களில் 1500 பேர் தலையை எண்ணி ஒவ்வொரு ஆளா எண்ணி எந்தவித பிரதிபலனும் எதிர்பார்க்காமல் திரிணாமுல் காங்கிரஸ் மமதா பானர்ஜிக்காக இங்கே தீரமிக்க அன்வர் சாருக்காக 1500 நபர்களை எங்க பேர் இருந்தாலும் சரிதான். என்னுடைய பந்துகள் பாலக்காடு, ഇവിടെ എറണാകുളം, ആറ്റിങ്ങല്, ആലപ്പുഴ, പുള്ളക്കല് எல்லா സ്ഥലത്തിലും ഉണ്ട്. நான் ഇവിടെ கன்னியாகுமரி வெள்ளாள மகாசபா சபையோட போட்டு இருக்கேன். திருவனந்தபுரம் சிட்டியில நாங்க இருக்கோம். நான் சொன்ன இடங்கள்ல எங்க வெள்ளாள பீப்புள் நிறைய பேர் இருக்காங்க. எங்க ஊருக்காரங்க கன்னியாகுமரியாரங்க நிறைய பேர் இருக்கா. அதுல திரிணாமுல் காங்கிரஸ் சார்பில் அன்வர் சாருடைய கருத்துல 3 நகராட்சியினுடைய உறுப்பினர்களை ஒப்படைப்பதற்கு கூறி விடைபெறுகிறேன். நன்றி.